ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയാൽ, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നിഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8-ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8-ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6-ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മരാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പോൾ ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ കൂടെ. അപ്പോൾ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് തന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് വിഷു വസാൽ പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണാധിക്യ ഫലമാണ് കാണുന്നത്. അതേസമയത്ത് ചാരവസാൽ നോക്കുന്ന സമയത്ത് ഗുണാധിക്യമല്ല. വിഷു വസാൽ അവർക്ക് ഗുണാധിക്യം എങ്ങനെയൊക്കെയാണ് ചോദിച്ചു പറഞ്ഞാൽ, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വിഷുഫലത്തിൽ വരാൻ പോകുന്ന ഓരോരോ കാര്യങ്ങൾ ചൊന്നാൽ കുടുംബത്തിൽ കുറച്ചൊരു മനസമാധാനം വരുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ദൈവാനുഗ്രഹം കിട്ടുവാനുള്ള സാധ്യത. നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും അതിനുള്ള പ്രതിവിധി, എത്ര ദൈവത്തിന് വണങ്ങിയാലും ചിലപ്പോൾ ദൈവാധീനം വന്നു എന്ന് വരില്ല. അങ്ങനെയുള്ള ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സാധ്യത എന്ത് വെച്ച് പറഞ്ഞാൽ വിഷു വസാൽ അവർക്ക് പൂരോരട്ടാ നക്ഷത്രക്കാർക്ക് ഗുണഫലമാണ് കാണുന്നത്. ആ ഗുണഫലത്തോടനുബന്ധിച്ച് ദൈവാനുഗ്രഹത്തിൽ നമ്മളിപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി എന്തെങ്കിലും വഴിപാട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അതിനുള്ള ഫലം കിട്ടണം, ആ ദൈവാനുഗ്രഹം കിട്ടണം. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തിക്കും അതിനനുസരിച്ചിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ ഗുണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൂലി എന്ന് വേണം പറയാം. അപ്പോൾ അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയ്ക്കും തൊഴിൽ മന്ദത, അതുപോലെ തന്നെ തൊഴിൽ സാധ്യത കുറവ്, തൊഴിലില്ലായ്മ, തൊഴിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ തൊഴിലിൽ പുരോഗതി ഇല്ലാത്ത അവസ്ഥ, ബിസിനസ്സിൽ പുരോഗതി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയെല്ലാം മാറി കുറച്ചൊരു സമാധാനം കൈവരിക്കുവാനുള്ള സാധ്യത ഈ വിഷു വസാൽ കാണുന്നത് പൂരോരട്ടാ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുകയും കലഹങ്ങൾ മൂത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയേണ്ട അവസ്ഥയും അതുപോലെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം കുറച്ചൊരു മാറ്റം വരുവാനും മനസ്സ് മാറി വരുവാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള മനസ്സ് മുട്ടിയിരിക്കുന്നവർക്ക്, അതായത് മനപ്രയാസം, സന്താനങ്ങൾ വഴിതെറ്റി നടക്കുക അല്ലെങ്കിൽ സന്താനങ്ങൾ വിളിച്ച വഴിക്ക് വരാതിരിക്കുക, അങ്ങനെയുള്ള മനസമാധാനം നഷ്ടപ്പെട്ട് നടക്കുന്നവർക്കെല്ലാം ആ മനസമാധാനം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ അന്വേഷണപരമായിട്ട് തൊഴിൽ അന്വേഷിച്ചു പറഞ്ഞാൽ തൊഴിൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. തൊഴിൽ കിട്ടുകയാണെങ്കിലും നമ്മൾക്ക് ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചിട്ട് ഉള്ള വരുമാന മാർഗം, അതായത് നമ്മൾ ഇപ്പോൾ 1000 ഉറുപ്പിൻ്റെ പണിയാണ് ചെയ്യാൻ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചുവെങ്കിൽ 700 രൂപയെ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും അതിൽ തൃപ്തനായിട്ട് കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു മേഖലയിലുള്ളവർ, സ്വർണ്ണാഭരണ മേഖലയിലുള്ളവരാണെങ്കിലും സ്വർണ്ണാഭരണ മേഖലയിലുള്ളവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല എന്ന് തന്നെ പറയാം, ഗുണമേന്മ ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ ബിസിനസ് തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്വർണ്ണാഭരണ മേഖലയിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇത് തകർച്ച വരുവാനും ബിസിനസ് പരമായിട്ടുള്ള നേട്ടങ്ങൾ കുറയുവാനും വരുമാനം കുറയുവാനും ആ മേഖലയിൽ പണിയെടുക്കുന്നവർ, ജോലി നോക്കുന്നവർക്ക് അവർ ഉദ്ദേശിച്ചത്ര ഗുണങ്ങൾ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതേസമയത്ത് വാഹന സംബന്ധമായിട്ടുള്ള തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളും ബിസിനസ് വർധനവും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളും എല്ലാം വരുവാനുള്ള സാധ്യതയും മേൽക്കോയ്മകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും അതിൽ പുഷ്ടി വരുവാനുള്ള സാധ്യതയും അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഹൈടെക് മെക്കാനിക്കൽ സർവീസ്, മോട്ടോർ സംബന്ധമായിട്ടുള്ള മെഷീനറി സംബന്ധമായിട്ടുള്ള വർക്കുകൾ, ഏത് വാഹനമായിട്ടോ ആ വാഹനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നത് അത്ര ഗുണകരമല്ല എന്നുള്ളത് പറയുന്നത്. വസ്ത്രമേഖല, അതുപോലെ തന്നെ വസ്ത്ര സംബന്ധമായിട്ടുള്ള ബിസിനസ് മേഖല, വസ്ത്രമേഖലയിൽ ബിസിനസ് പണിയെടുക്കുന്നവർ, ജോലി നോക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊന്നും ഇത്ര ഗുണകരമല്ല എന്നുള്ളതും കാണുന്നുണ്ട്. അതേസമയത്ത് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും മൊബൈൽ ഷോപ്പ്, അതുപോലെ കമ്പ്യൂട്ടർ ഷോപ്പ്, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള വിപണികളിൽ ഉണർവ് കാണുന്നുണ്ട്. IT മേഖലയിൽ ഉണർവ് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയത്ത് സിനിമാ സംബന്ധമായിട്ടുള്ള മേഖലയിൽ, ആ മേഖല തന്നെ പറയാം, അതിലെല്ലാം ഉൾപ്പെടും. അങ്ങനെയുള്ള മേഖലയിൽ പുഷ്ടി കുറവാണ് കാണുന്നത്, അതായത് മേന്മ കുറവാണ് കാണുന്നത്, നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ദോഷമാണ് കാണുന്നത്, താഴ്മയാണ് കാണുന്നത്, ഉണർവില്ല എന്നുള്ളതാണ് പറയുന്നത്. അതേസമയത്ത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. അലോപ്പതി ആയാലും ഹോമിയോ ആണെങ്കിലും അതുപോലെ തന്നെ ആയുർവേദമാണെങ്കിലും അതിൽ ജോലി ചെയ്യുന്നവർക്ക്, നഴ്സുമാരായാലും ഡോക്ടർമാരായാലും
അതിനെപ്പറ്റി അനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഗുണാനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ട്. അതേ സമയത്ത് നാവികസേന, കരസേന, വ്യോമസേന അങ്ങനെയുള്ള ജവാന്മാർക്കും അതുപോലെ തന്നെ ആ മേഖലയിൽ പങ്കെടുക്കുന്നവർക്കും ഗുണദോഷ മിശ്ര ഫലമാണ് കാണുന്നത്. ഗുണവും ദോഷവും കലർന്നിട്ടുള്ള ഫലമാണ് കാണുന്നത്. എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് തലത്തിൽ ജോലി എടുക്കുന്നവർക്കെല്ലാം ഗുണദോഷ മിശ്ര സംബന്ധമായിട്ട് ഗുണവും ദോഷവും കലർന്ന് ഇടതിട്ട് വരുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലി കിട്ടുവാനുള്ള പ്രതീക്ഷ അർപ്പിച്ച് ഇരിക്കുന്നവർക്ക് അത് നീണ്ടു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അർഹിക്കുന്ന സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ തള്ളിപ്പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. വിശ്വാസാൽ അവർക്ക് ഗുണപരമായിട്ടുള്ളൊരു സമയം തന്നെ കാണുന്നത്. എന്നിരുന്നാൽ ഇങ്ങനെയുള്ള സമയമെല്ലാം കാണുന്നത് കേസ് വഴക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പ് വരുവാനും അതിലൊരു സമാധാനം കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ട് ജോലി എടുക്കുന്നവർക്കെല്ലാം, വിദേശ സംബന്ധമായിട്ട് യാത്ര ചെയ്യുന്നവർക്കെല്ലാം അത്ര ഗുണകരമല്ല എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ ഇവരുടെ വരവ് ചെലവ് കണക്ക് നോക്കുമ്പോൾ വരവ് 8ഉം ചെലവ് 4ഉമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വരവിനേക്കാൾ ചെലവാണ് കൂടുതൽ എന്ന് പറയുന്നത്. അതായത് 1000 രൂപ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ 1200 റുപ്യ അല്ലെങ്കിൽ 1400 റുപ്യ ചിലവാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അത്രയ്ക്കുള്ള ചിലവുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതയിൽ കഴിഞ്ഞിരിക്കുന്നവർക്കെല്ലാം ഒരു സമാധാനം വരുവാനുള്ള സാധ്യത ഉണ്ട്. ഈ വിശ്വാസാൽ കടബാധയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരും കടബാധയിൽപ്പെട്ട് അതുപോലെ തന്നെ ജപ്തി നടപടികൾ, കോടതി നടപടികൾ, അല്ലെങ്കിൽ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർ, ഫൈനാൻസ് സംബന്ധമായിട്ട് ഇടപാടുകൾ കുടുങ്ങിക്കിടക്കുന്നവർ, അങ്ങനെയുള്ളവർക്കെല്ലാം കുറച്ചൊരു സമാധാനം വിശ്വാസാൽ വരാനുള്ള സാധ്യത ദൈവാനുഗ്രഹമുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു സമാധാനം വരുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മനസ്സിനൊരു കട്ടി വരുവാൻ, മനസ്സിന് ലോലമായിട്ടുള്ളതെല്ലാം കട്ടി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ആയവായ വ്യത്യാസത്തിൽ വന്നിട്ട് 8 വരവ് ചെലവ് 14 ആയ കാരണം കൊണ്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 14 രൂപ നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് ചെലവ് കുറയാൻ വേണ്ടി 14 രൂപ പ്രാർത്ഥിച്ച് മുൻപാണ്ടായിരത്തിലും ചെലവിന് വേണ്ടിയിട്ട്, അതായത് വരവ് കൂടാൻ വേണ്ടിയിട്ട് 14 രൂപ പ്രാർത്ഥിച്ച് മുൻപാണ്ടായിരത്തിലും 8 രൂപ പ്രാർത്ഥിച്ചിട്ട് പിൻപാണ്ടായിരത്തിലും വരിക. അപ്പോൾ വരവിനേക്കാൾ ചെലവ് കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതയില്ലെങ്കിലും തുല്യമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്.